ഹായ്, എൻ്റെ പേര് അനു. ഐ എം എ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് എ ലൈഫ് കോച്ച്. കഴിഞ്ഞ വീഡിയോസ് പല പേഴ്സണൽ മെസ്സേജും കിട്ടി, എന്താണ് ഈ ലൈഫ് കോച്ചിങ് എന്ന്. ചിലർ എന്നോട് ചോദിച്ചു, ലൈഫ് കോച്ചിങ് ചെയ്യാൻ മാത്രമുള്ള വർഷം ജീവിതം എനിക്കുണ്ടോ എന്ന് ചോദിച്ചു. കറക്റ്റാണ്, ഞാൻ യങ് ആണ്. ഞാനത് പോസിറ്റീവായിട്ടാണ് എടുത്തത് കേട്ടോ. ഞാൻ എങ്ങനെ ഒരു ലൈഫ് കോച്ചായി എന്ന് പറയുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന ആൻസറിൽ ഏറ്റവും എളുപ്പം. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ്. പറയുന്നത് സന്തോഷത്തോടെ തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് പല രീതിയിലുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായി. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്നപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മറ്റ് ആസ്പെക്ട്സിൽ, മറ്റ് പാർട്ട് ഓഫ് ലൈഫിൽ നമ്മളത് അഫക്റ്റ് ആകും. അപ്പോൾ എനിക്കും അത് തന്നെ അങ്ങനത്തെ ഇഷ്യൂസ് വന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഞാൻ മറ്റുള്ളവരോട് കാണിക്കാൻ തുടങ്ങി. എനിക്ക് ആവശ്യമില്ലാത്ത ദേഷ്യം, ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ളൊരു തോന്നൽ, സെൽഫ് ഡൗട്ട് വന്നു. എനിക്ക് ഒന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ജീവിക്കണം എന്നേ ഒരു തോന്നലില്ലാത്ത ആളായി മാറി. ഇനി എനിക്ക് കിട്ടിയ ജീവിതം ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിക്കാം, അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ്. പല റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ അവർക്കൊക്കെ അവരുടെ ജീവിതമുണ്ട്, അവരും തിരക്കായി അവരുടെ കാര്യങ്ങൾ ഓടി നടക്കുക. അപ്പം ആ സമയത്തൊക്കെ ഞാൻ എന്താ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്, എന്നെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ ഭയങ്കരമായിട്ട് മറ്റുള്ളവരിൽ എക്സ്പെക്റ്റേഷൻ വെച്ചൊരാളാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും ആരും തുറന്ന് പറയാൻ ചിലപ്പോൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷേ നിങ്ങൾക്കിത് സഹായമായി തീരുമെന്ന് കരുതി തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അത് എൻ്റെ ജോലിയെ ബാധിച്ചു തുടങ്ങി. എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കോൺഫിഡൻസോടെ ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധ കുറയാൻ തുടങ്ങി. അതെൻ്റെ ഫാമിലിയിൽ ബാധിക്കാൻ തുടങ്ങി, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ അഫക്റ്റ് ആകുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിൽ ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയില്ല ഞാൻ എങ്ങനെയോ ഏത് സാഹചര്യത്തിലോ ഒരു മെൻറ്ററുമായി കണക്റ്റ് ആകാൻ എൻ്റെ ലൈഫിൽ ഇടവരുത്തി. ഷീ ഈസ് എ ലൈഫ് കോച്ച്. അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങി. അതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ വേറെ ആർക്കും കിട്ടരുത്, എൻ്റെ ലൈഫിൽ എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാഞ്ഞത് ചിലപ്പം ഞാൻ ചിന്തിച്ച എൻ്റെ പാർട്ട്ണർ കാരണമായിരുന്നു, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ഒരു ഫ്രീ ടൈം തന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഇതുപോലെ പല റീസൺസുമുണ്ട്. ഞാനൊരു ലൈഫ് കോച്ചുമായി കണക്റ്റ് ആയപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ മെൻ്റൽ ഫോഗ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ സെൽഫ് ഡൗട്ട് എന്നെ എപ്പോഴും ഇങ്ങനെ എൻ്റെ പുറകെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നതൊക്കെ പ്രോബ്ലംസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വാ തുറന്ന പ്രോബ്ലം, ചെയ്യുന്ന കാര്യങ്ങൾ പ്രോബ്ലം, എത്തിപ്പെടുന്ന കാര്യങ്ങൾ എൻ്റെ ആകുന്നത് വേറെ ഒരു ലെവലിലായിരുന്നു. ഞാൻ ഈ ലൈഫ് കോച്ചിങ് സെഷനിൽ അറ്റൻഡ് ചെയ്ത് എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ആളാണ്. ലൈഫ് കോച്ച് ആക്ച്വലി ഒരു കൗൺസിലറോ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറോ ഒന്നുമല്ല. ലൈഫ് കോച്ച് ഇസ് എ പേഴ്സൺ ഹു ലിസൺസ് യു ആൻഡ് ഫൈൻഡ്സ് ദ പവർ ഇൻ യു. ഒരു മെൻറ്റർ എൻ്റെ ലൈഫിൽ വന്നപ്പം ആ മെൻറ്റർ എൻ്റെ ലൈഫിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല, എന്നെ കുറച്ച് നേരം ലിസൺ ചെയ്തു. ചില ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസിന് പോസിബിളായിട്ടുള്ള കുറേ ഓപ്ഷൻസ് എന്നോട് പറഞ്ഞു. ആ ഓപ്ഷനിൽ നിന്ന് എൻ്റെ ലൈഫ് ഗോൾ എന്നെ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ അവിടുന്ന് തുടങ്ങി എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് മാറ്റം വരുത്തുവാൻ സാധിച്ചു. ഇന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് 100 ഔട്ട് ഓഫ് 100 ആണ്. എനിക്ക് ആരുമായിട്ടൊരു പ്രശ്നമില്ല. മറ്റുള്ളവർക്ക് എന്നോടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാവുന്നതും ഞാൻ വേദനിപ്പിച്ചതും ഞാൻ വിഷമിപ്പിച്ചതുമായ എല്ലാ ആളുകളോടും ഞാൻ ക്ഷമ ചോദിച്ച് എൻ്റെ ലൈഫിൽ മുന്നേറാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ ആ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്ത് ഇനി ഞാൻ എന്തിനു ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, അല്ലെ എനിക്ക് ആരുമില്ല, എൻ്റെ വീട്ടുകാർ എന്നെ സഹായിക്കുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് കൊള്ളില്ല, എന്നെ അവർ ചതിച്ചു, എനിക്കറിയില്ല. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ബ്ലെയിം ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കിതിൽ നിന്നൊരു മാറ്റം വേണം, ഞാൻ സ്റ്റക്കാണ് എൻ്റെ ലൈഫിൽ എന്ന് തോന്നുന്നവർ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപയോഗമുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ആസ് എ ലൈഫ് കോച്ച്
എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. പലർക്കും ഇത് ടച്ചായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലായി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. സോ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വാട്സപ്പായിട്ടോ നമുക്കൊരു 1-on-1 സെഷൻ, ഫ്രീ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിന് അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. സ്റ്റേ ട്യൂൺഡ്.